ഗ്രീൻലാൻഡിനു വേണ്ടി ട്രംപ് പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ പ്രതിരോധിക്കാൻ ഗ്രീൻലാൻഡിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ പുത്തിൻ്റെ സൈന്യം അവിടെ സജ്ജമാണ്. ഗ്രീൻലാൻഡ് എന്ന ദ്വീപിനു വേണ്ടി ഒരു ലോക മഹായുദ്ധം പോലും പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അമേരിക്ക ആ ദ്വീപിൽ കണ്ണുവെക്കുമ്പോൾ ആ കണ്ണ് കാണാതെ പോകാൻ റഷ്യ തയ്യാറല്ല. റഷ്യയ്ക്കൊപ്പം ചൈന കൂടി വന്നാൽ അവിടെ ഒരു ഹിമയുദ്ധം സംജാതമാകുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യയുടെ പുതിനും ചൈനയുടെ സി ജിൻപിങ്ങും ഒക്കെ ഇത്രത്തോളം എന്ത് താല്പര്യമാണ് ഈ ദ്വീപ് സമൂഹത്തിന് മുകളിലുള്ളത്? 3 വലിയ രാജ്യങ്ങൾ ഒരുമിച്ച് ഈ ദ്വീപിലേക്ക് എത്തുമ്പോൾ ആരായിരിക്കും അന്തിമമായി വിജയിക്കുക? നമുക്ക് പരിശോധിക്കാം. കാനഡയ്ക്കും പനാമ കനാലിനും ശേഷം ട്രംപ് അമേരിക്കയോട് തുന്നിച്ചേർക്കാൻ ഇഷ്ടപ്പെടുന്നത് ഗ്രീൻലാൻഡിനെയാണ്. ഗ്രീൻലാൻഡിന്റെ മണ്ണിലെ ധാതു സമ്പത്തും അതിന്റെ വാണിജ്യ താൽപ്പര്യങ്ങളും മാത്രമല്ല, വ്ളാഡിമിർ പുതിൻ എന്ന ശത്രുവിനെ ഉന്മൂലനം ചെയ്യാൻ കൂടിയാണ് ട്രംപ് ഇപ്പോൾ ഗ്രീൻലാൻഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഗ്രീൻലാൻഡിലെ ലക്ഷ്യമിടുന്ന അമേരിക്ക വിളിച്ചു വരുത്തുന്നത് റഷ്യയുടെ കോപം മാത്രമല്ല, ചൈനയുടെ ഉഗ്ര കോപം കൂടിയാണ്. എന്തുകൊണ്ടാണ് റഷ്യയും ചൈനയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഗ്രീൻലാൻഡിനെ ഉറ്റുനോക്കുന്നത് എന്ന സംശയം നമുക്കിവിടെ തന്നെ വരാവുന്നതാണ്. അതിൻ്റെ കാര്യം പറയാം. ഗ്രീൻലാൻഡ് നമ്മൾ കരുതുന്നത് പോലെ മഞ്ഞാൽ മാത്രം സമ്പന്നമായ ഒരു സ്ഥലമല്ല. ഈ ലോകത്തെ വിലക്കെടുക്കാൻ തക്ക ധാതുക്കളാൽ സമ്പന്ന പ്രദേശമാണ് ഈ ഗ്രീൻലാൻഡ്. ഗ്രാനൈറ്റ്, ലിഥിയം എന്നീ മൂലകങ്ങളാൽ സമ്പന്നമായ ഗ്രീൻലാൻഡിലെ പ്രദേശം സ്വന്തമാക്കുക വഴി അമേരിക്കയുടെ സമ്പത്ത് 10 ഇരട്ടി വർദ്ധിപ്പിക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഇന്നത്തെ നിലയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ധാതുക്കളുള്ള രാഷ്ട്രം ചൈനയാണ്. ചൈനയിൽ നിന്നാണ് US അടക്കം ധാതുക്കൾ വില കൊടുത്ത് സ്വന്തമാക്കുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതോടെ ചൈന പുലർത്തുന്ന ആധിപത്യത്തെ ഇല്ലാതാക്കി ചൈനയുടെ മാർക്കറ്റ് പിടിക്കാനും അമേരിക്കയ്ക്ക് സാധിക്കും. മൊബൈൽ ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ആയുധങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന അപൂർവ ഭൂമി മൂലകങ്ങൾ ഉൾപ്പെടെ സാങ്കേതിക വിദ്യയ്ക്കും പ്രതിരോധത്തിനും ആവശ്യമായ ധാതുക്കളാൽ സമ്പന്നമാണ് ഗ്രീൻലാൻഡ്. മാത്രവുമല്ല, അവിടെയുള്ള മഞ്ഞുരുകുന്നത് വഴി പതിയെ ഇവിടെ പുതിയ ജലപാതകൾ തുറക്കുന്നതിലേക്ക് നയിക്കപ്പെടും. അപ്പോൾ പിന്നെ അമേരിക്കയെ മാത്രമല്ല, ആഗോള ശക്തിയായ ചൈന ഉൾപ്പെടെയുള്ളവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാതിരിക്കാൻ ഗ്രീൻലാൻഡിന് സാധിക്കില്ലല്ലോ. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ട്രംപ് ഇപ്പോൾ ഗ്രീൻലാൻഡ് മോഹം പൊടി തട്ടിയെടുത്തത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യത്തെക്കുറിച്ചാണ്. ഇനി പറയുന്നത് സൈനികപരമായി ഗ്രീൻലാൻഡിന് മേലുള്ള അമേരിക്കയുടെ താല്പര്യത്തെക്കുറിച്ചാണ്. ഒറ്റ വാക്കിൽ അതിന് ഒരു ഉത്തരം നൽകുകയാണെങ്കിൽ റഷ്യയോടുള്ള വിരോധം കൊണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഗ്രീൻലാൻഡിൽ റഷ്യൻ സൈന്യം തമ്പ് ചെയ്യുന്നുണ്ട്. റഷ്യയുടെ ഈ നീക്കത്തെ വലിയ ആകുലതയോടെ തന്നെയാണ് ഡെൻമാർക്കും നോക്കിക്കാണുന്നത്. മാത്രവുമല്ല, നിലവിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഗ്രീൻലാൻഡിനു മേൽ റഷ്യയുടെ കണ്ണ് പതിച്ചതോടെ നാറ്റോ സഖ്യത്തിന്റെ സൈനികരും അവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ ഗ്രീൻലാൻഡിനു മേൽ നാറ്റോ സഖ്യവും അതുപോലെ തന്നെ റഷ്യൻ സേനയും തമ്പ് ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധവും നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രവുമല്ല, ഭാവിയിൽ സജീവമായേക്കാവുന്ന ജലപാതയ്ക്ക് വേണ്ടിയുള്ള കിടമത്സരവും ഗ്രീൻലാൻഡ് ആഗ്രഹത്തിനുമേൽ സമാന്തരമായി നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും തുറന്നു വരുന്ന പുതിയ ജലപാത ചൈന ഉൾപ്പെടെയുള്ള ശക്തികൾക്ക് വ്യാവസായികപരമായി തുറന്നു കൊടുക്കുന്നത് വളരെ വലിയൊരു പാതയാണ്. വ്യവസായത്തിന് ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു എളുപ്പ വഴിയാക്കി ഗ്രീൻലാൻഡിനെ മാറ്റിയാൽ അത് വ്യാപാരത്തിലും ഈ രാജ്യങ്ങളെ വലിയ തോതിൽ സഹായിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ചൈനയും ഗ്രീൻലാൻഡിലേക്ക് ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഇനി ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയാം. ഡെൻമാർക്കിന്റെ കീഴിലെ സ്വയം ഭരണാവകാശ പ്രദേശമാണ് ഈ ഗ്രീൻലാൻഡ്. ഇവിടെ ഏകദേശം 56,000 പേർ മാത്രമാണ് താമസിക്കുന്നത്. ജനവാസം കുറഞ്ഞ മൊത്തം ലാൻഡിന്റെ 80% മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശം ഭാവിയിൽ ഒരു യുദ്ധത്തിൽ ചെന്ന് കലാശിക്കാം എന്ന രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. സ്വന്തമായൊരു രാജ്യമല്ലാത്ത ഡെൻമാർക്കിന്റെ കീഴിൽ സ്വയം ഭരണാവകാശമുള്ള ഈ ദ്വീപ് ശരിക്കും അമേരിക്കയ്ക്ക് ഒരു കിട്ടാക്കനി തന്നെയാണ്. ലോകത്തിന്റെ മൊത്തം ശുദ്ധജലത്തിൽ 8% ഈ ദ്വീപിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞെല്ലാം ഉരുകി തീർന്നാൽ രാജ്യാന്തര തലത്തിൽ സമുദ്ര ജലനിരപ്പ് ഉയരുക 23 അടിയോളമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ലോകാവസാനത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിപ്പെടാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവും. അത് എല്ലാവരെയും പരിഭ്രാന്തിപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. വലിയൊരു നാശനഷ്ടമായിരിക്കും ലോകത്ത് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടാവുക. ആയതിനാൽ തന്നെ ഇവിടുത്തെ മഞ്ഞുരുകൽ എന്നത് ഗവേഷകർക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ്. പല ലോക രാജ്യങ്ങളുടെയും കണ്ണെത്തിയ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഈ ഗ്രീൻലാൻഡ്. കാനഡയെയും പനാമ കനാലിനെയും അധീനതയിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപിൽ നിന്ന് ഉയർന്നു വന്ന മറ്റൊരു ആഗ്രഹമായിരുന്നു ഈ ഗ്രീൻലാൻഡ്. ട്രംപ് ഈ ആഗ്രഹം പ്രകടിപ്പിച്ച് ആഴ്ചകൾക്ക് ശേഷം ഇപ്പോൾ ഗ്രീൻലാൻഡ് സന്ദർശിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ. ഇതാണ് ഇവിടെ വാർത്താ പ്രാധാന്യത്തിലേക്ക് വീണ്ടും ഗ്രീൻലാൻഡ് എത്തിപ്പെടാനുള്ള ഒരു പ്രധാന കാരണം.
ട്രംപിന്റെ വിവാദ പ്രസ്താവന ലോകം മുഴുവൻ കത്തിപ്പടർന്നതിന് പിന്നാലെയാണ് ട്രംപ് ജൂനിയറിന്റെ സന്ദർശനം എന്നത് ലോകരാഷ്ട്രങ്ങളെ സംശയത്തിൽ ആക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ട്രംപിന്റെ ഈ ആഗ്രഹത്തെ പക്ഷേ ഗ്രീൻലാൻഡ് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. തങ്ങളൊരു വിൽപ്പന ചരക്കല്ലെന്നും ഗ്രീൻലാൻഡിലെ ജനങ്ങളുടേതാണെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ട് എഗഡെ ട്രംപിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വിട്ടുകളയാൻ ട്രംപിന് മനസ്സ് വന്നില്ല എന്നതാണ് പറയേണ്ടത്. ഉക്രൈൻ റഷ്യ സംഘർഷങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്താത്ത ട്രംപ് അധികാരത്തിലെത്തിയ ഉടനെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ എല്ലാം തന്നെ ഒരു മുഖവുര തന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗ്രീൻലാൻഡ്. അമേരിക്കൻ വ്യാപാരത്തിനും ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കും അപ്പുറത്തേക്ക് തന്റെ കൈ കടത്തുക എന്നത് തന്നെയാണ് ഇതുവഴിയുള്ള ട്രംപിന്റെ ഉദ്ദേശം. ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും പ്രധാന ആവശ്യമായിട്ടാണ് ട്രംപ് ഇപ്പോൾ കാണുന്നത്. ഇതിനു മുൻപും ട്രംപ് തന്റെ ഗ്രീൻലാൻഡിനോടുള്ള സ്നേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ തവണ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പോഴായിരുന്നു ട്രംപ് ആദ്യമായി ഗ്രീൻലാൻഡിന് അമേരിക്കയോട് ചേർക്കാനുള്ള തന്റെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇത്രത്തോളം ശക്തമായിരുന്നില്ല ആ വാക്കുകൾ എന്ന് മാത്രം. യുഎസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഭാഗമാണ് ഈ ഗ്രീൻലാൻഡ് എന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞിരുന്നത്. ഗ്രീൻലാൻഡിന്റെ മണ്ണിലെ ധാതു സമ്പത്താണ് ഈ പ്രദേശത്തെ യുഎസിനോട് ചേർക്കണമെന്ന ട്രംപിന്റെ ആവശ്യകതയുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞല്ലോ. ഇതാണ് ട്രംപിന്റെ സാമ്പത്തിക താല്പര്യവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ അധിനിവേശത്തെ ചെറുക്കുക എന്നതാണ്. അതായത് ഈ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണല്ലോ. എന്നും ഹിമം വീഴുന്ന ഈ പ്രദേശത്തേക്ക് എപ്പോൾ വേണമെങ്കിലും പുടിന്റെ റഷ്യൻ പട ഇരച്ചു കയറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശരീരം കോച്ചിപ്പോകുന്ന കൊടും തണുപ്പിലും ഇരച്ചു കയറാനും യുദ്ധം ചെയ്യാനും പരിശീലനം ലഭിച്ചവരാണ് പുടിന്റെ പടയാളികൾ എന്ന് ഓർമ്മ വേണം. ഈ ഒരു കാരണമാണ് ട്രംപിനെ നിലവിൽ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം തന്നെ. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 2 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രവുമല്ല ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ സാന്നിധ്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണല്ലോ. ഉക്രൈൻ ഒരിക്കലും റഷ്യ എന്ന വലിയ ശക്തിയെ ഒറ്റയ്ക്ക് നേരിടാനാകുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത് ഇവിടെ മറ്റാരുമല്ല, അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള നാറ്റോ സഖ്യവും തന്നെയാണ്. അതുപോലെ തന്നെയാണ് പശ്ചിമേഷ്യയിലും യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇറാനും ഇസ്രയേലും ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലും ശരിക്കും യുദ്ധം നടക്കുന്നത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും അതുപോലെ തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയും തമ്മിലാണ്. ഇങ്ങനെ ആഗോള തലത്തിൽ തന്നെ യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ മറ്റൊരു യുദ്ധത്തിന് കൂടി റഷ്യ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് ലോകം അറിഞ്ഞു കാണില്ല. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഹിമയുദ്ധം. അതായത് റഷ്യ ഒരു ഹിമയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന വാർത്തയാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയുടെ സൈന്യം കൊടും തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ യുദ്ധത്തിന് പരിശീലനം നേടിയ വിഭാഗക്കാരുള്ളതാണ്. റഷ്യയുടെ ഈ യുദ്ധതന്ത്രം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആർട്ടിക് സമുദ്രഭാഗങ്ങളിൽ നാറ്റോയുടെ സൈന്യവും തമ്പടിച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡ് മറ്റൊരു ഉക്രൈൻ ആകുമോ എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഉക്രൈൻ ജനതയെ പോലെ റഷ്യയോട് പൊരുതാനോ അതിനുവേണ്ടി പട്ടാളക്കാരെ ബലിയർപ്പിക്കാനോ ഒന്നും ഗ്രീൻലാൻഡ് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുടിന്റെ സൈന്യത്തിന് മുന്നിൽ പെട്ടെന്ന് തന്നെ അടിയറവ് പറയുകയായിരിക്കും ഗ്രീൻലാൻഡ് ചെയ്യുക. നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ നാറ്റോ സഖ്യ കക്ഷികൾ ഗ്രീൻലാൻഡിന് വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ 3ാം ലോക മഹായുദ്ധത്തെ നോക്കിക്കാണേണ്ടത്. അതായത് 3ാം ലോക മഹായുദ്ധം ഒരു ഹിമപ്രദേശത്തിന് വേണ്ടി നടക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഗ്രീൻലാൻഡിന് വേണ്ടി നാറ്റോ ഇറങ്ങുകയും റഷ്യക്കെതിരെ തിരിയുകയും ചെയ്താൽ അത് മഹായുദ്ധത്തിലാണ് കലാശിക്കുക. ആ കാര്യത്തിൽ നമ്മൾ ഒട്ടും സംശയിക്കേണ്ടതില്ല. അപ്പോൾ ഗ്രീൻലാൻഡ് വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.